ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ. എനിക്കിന്നൊരു സാധനം മേടിക്കാൻ പോകാനുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ രാവിലെ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഇപ്പോൾ സമയം ഒരു 11-11:30 ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ഞാൻ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോവാണ്. കുറേ കാലമായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ് പൊതുവെ. അതുകൊണ്ട് തന്നെ ഈ സമയം ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വന്നാലോ. നിങ്ങൾക്ക് എന്താ കാര്യം എന്നുള്ളത് പോകുന്ന വഴിക്ക് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും വാ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. എങ്ങോട്ടാണെന്നറിയോ, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് ഒരു സിട്രീൻ്റെ റിങ് എടുക്കണം എന്നുള്ളത്. ഒരു മഞ്ഞക്കല്ലുണ്ടല്ലോ, അതിൻ്റെ ഒരു റിങ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ റിങ് എന്ന് പറയുമ്പോൾ നിങ്ങളിനി അത് ഗോൾഡ് ആണെന്നൊന്നും വിചാരിക്കരുത്. സിൽവറിൻ്റെ റിങ്ങാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് മേടിക്കാമെന്നും പറഞ്ഞ് കുറേ ദിവസമായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, പോവാമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും, നമുക്ക് പെട്ടെന്ന് തോന്നുന്ന കുറച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതൊന്നും പിന്നെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. വലിയ ആഗ്രഹങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ഇങ്ങനെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മളതങ്ങ് ചെയ്തേക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എത്തി നമ്മുടെ പൂജ സിൽവർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കടവന്ത്രയുള്ള അവിടെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. അല്ല ഇത് തന്നെ റെഡ് കാർ എടുക്കുന്നില്ലേ. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പോയതുകൊണ്ട് എനിക്ക് ഇത് വാങ്ങുമെന്ന് തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല. എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ച് പോകുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കല്ലിൻ്റെ ഇത്ര മാത്രമേ കളക്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നൊക്കെ വലിയ സ്റ്റോൺ വരുന്നതൊക്കെയാണ്. അപ്പോൾ അത് എനിക്ക് ഒട്ടും സ്യൂട്ടാവില്ല. രണ്ടോന്ന് വയ്ക്കാം ഇതിന് വെച്ച ഞാൻ പിടിച്ചു തരാം. രണ്ട് നമ്മേതാണ് വേണ്ട. നിങ്ങൾ ഇത് ഉണ്ടെങ്കിൽ ചെയ്തു തരാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെയായിരുന്നു ആമമോതിരം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ അതിലും സൈസ് കുറച്ച് ചെറുതായിട്ടുള്ള കുറച്ചുകൂടെ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി. പിന്നെ എടുത്ത് വെച്ച് രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ കണ്ണും പൂട്ടി ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു. ഇതാണത്. ഇതെന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് മീഷോന്നൊരു ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഷൂ റാക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ പോയി. അപ്പോൾ ഞാനൊരു മാറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായിരുന്നു. ഇനിയിപ്പോൾ അതോടൊന്ന് കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇത് നല്ല ഒരു മാറ്റ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്കത് ഓർഡർ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മീഷോന്ന് തന്നെ ഓർഡർ ചെയ്യും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പം തന്നെ റിട്ടേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. 255 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അടിപൊളി, പ്രൈസ് വർത്താണ്, അടിപൊളി. ഇതിനപ്പോൾ കരയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ പോയി വന്നല്ലേ ഉള്ളൂ. അത് റിങ്ങൊക്കെ ഞാൻ കയ്യിലേക്ക് എടുത്തിട്ടുട്ടോ. അപ്പോൾ അവർ വരും 4 മണിയാകുമ്പോൾ കുട്ടികളെത്തും. ഇപ്പോൾ 3 മണിയായി. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ ചോറ് വെച്ച് വെക്കാൻ വിട്ടുപോയതല്ല, വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെ. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കോഴി മുളകിട്ടതും നെയ്ച്ചോറും അതാണ്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഒരു എളുപ്പപ്പണിയാണ്. പിന്നെ കുറച്ച് പപ്പടവും കാച്ചാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നുള്ളൊരു സമയമില്ല, പപ്പടവും കാച്ചാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ ഇത് ഈ റെസിപ്പി ഷെയർ ചെയ്യണോ എന്താണെന്നറിയില്ല, എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, എന്നാൽ പിന്നെ പെട്ടെന്ന് പിടിച്ചോ. മലപ്പുറം സ്റ്റൈല് കോഴി മുളകിട്ടത്, നല്ലോണം നല്ല ആട്ടിയ വെളിച്ചെണ്ണ ആവശ്യത്തിലധികം ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് വേണം കേട്ടോ, കാരണം എന്നാലാണ് ആ കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉലുവ പൊട്ടിക്കും, പിന്നെ സവാള ഇട്ട് വഴറ്റും. ഇതാണ് ആദ്യത്തെ ഘട്ടം. അപ്പോൾ ഉലുവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളിയും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉലുവ ഇങ്ങനെ കരിഞ്ഞു പോകരുത്. എനിക്ക് കുറച്ചൊന്ന് കളർ മാറി കരിയാണ്ട് നോക്കണം. പെട്ടെന്ന് തന്നെ ചെറിയുള്ളി എടുത്തിടണം. അപ്പോൾ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള
അത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം, അടിപൊളിയായിട്ട് വഴറ്റിയെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കറിക്ക് നല്ലൊരു സാവകാശം കൊടുക്കണം. ഇത് വിറകടുപ്പിലൊക്കെ വെക്കുവാണെങ്കിൽ ആ ഒരു വിറകിൻ്റെ ഒരു സ്മെല്ലും കൂടെയൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ലോലി കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നത് അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ വിട്. അപ്പോൾ നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പോൾ ഞാൻ എന്തേ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അത് ഓൾറെഡി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ പണിയില്ല. അപ്പം ഇതൊക്കെ കൂടി ഒരു അരമണിക്കൂർ കൊണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഞാൻ ഡ്രസ്സ് പോലും മാറാണ്ട് അടുക്കളയിൽ കയറിയേക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നില്ല, അത് മേടിക്കാൻ ഇന്നും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങി കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയാണ് കേട്ടോ. തക്കാളി നമ്മൾ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കും. അപ്പോൾ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും അങ്ങനെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒന്നുകൂടെ നന്നായിട്ട് വരട്ടെ. ആ ഉള്ളി നല്ലോണം സോഫ്റ്റായി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ പിന്നെ ഈ സമയം കൊണ്ടേ നമുക്ക് കുക്കറിൽ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കാം. എന്ന് മൾട്ടി ടാസ്ക്കാണ് എല്ലാം. പെട്ടെന്ന് ആവേണ്ടിയത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അതും കൂടെ ചെയ്യാം. അപ്പോൾ ഒരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ് വെച്ചിട്ട് പോകാത്തതുകൊണ്ടുള്ള പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് ഒരു നെയ്ച്ചോറാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്ര മതി, വല്ലാണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട. അപ്പോൾ ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ നെയ്ച്ചോറിന് വേണ്ട സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിൽമയുടെ നെയ്യ് കുറച്ച് ഉണ്ടായിരുന്നത് അതും കൂടി എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാം പെർഫെക്റ്റായിട്ട് കയ്യിലുണ്ടോ എന്നൊന്നുമല്ല, എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഇട്ടിട്ടൊരു നെയ്ച്ചോറ്, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ എന്താ പറയുക പെരിഞ്ജീരകം, വലിയ ജീരകം, ഇതൊക്കെ കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ഈ സമയത്ത് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളി ഇടാൻ മറന്നുപോയി. ഭയങ്കര ഒരു തിരക്ക് പിടിച്ച കാര്യമായിരുന്നല്ലോ. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഞാൻ അതിനകത്തോട്ട് അളന്ന് മുറിച്ചൊഴിച്ചു. ഈ സമയം തന്നെ ചിക്കൻ കറിക്ക് വേണ്ട തക്കാളിയും പച്ചമുളകും ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നടക്കുന്നുണ്ട്. ആ ഉള്ളി വിട്ടുപോയി. അപ്പം എന്ത് ചെയ്തു, വേഗം പിന്നെ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തു, ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ അരി, സുപ്രീം ഹാർവസ്റ്റിൻ്റെ അരിയാണ്. കൈമ ഞാൻ ഇവിടെ നിന്നൊക്കെ കൈമ വാങ്ങിയിട്ടൊന്നും എനിക്ക് നല്ലൊരു കൈമ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ ഓക്കെയാണ്. വിലയും അത്രയില്ല, 109 അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ആ അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി വെച്ച ചിക്കനും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒരു 10 മിനിറ്റ് അല്ല ഒരു 5 മിനിറ്റ് നമുക്ക് അങ്ങനെ മൂടി വെച്ച് വേവിക്കാം. ഒരു മസാലയും ചേർക്കണ്ട. ഈ സമയത്ത് നമുക്ക് ഉപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മൂടി വയ്ക്കണം. ഇത് മസ്റ്റായിട്ട് ഈ ഒരു രീതി ചെയ്തേക്കണം. കാരണം അതൊരു പ്രത്യേക ടേസ്റ്റ് തരും ഈ കറിക്ക്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ എന്താ അങ്ങനെ വിചാരിക്കും. ഇത് ഓരോ കറിക്കും ഓരോ പ്രത്യേക രീതികളുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലേവർ മുഴുവൻ ആ ചിക്കനിലേക്ക് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇപ്പോൾ നമുക്ക് ആ ചിക്കനിലെ വെള്ളം മുഴുവൻ അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഫ്ലേവർ മുഴുവൻ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി സാധാരണ കറിയിലേക്ക് ചേർക്കണ്ട എന്ന് പറയും. എന്നാലൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നത് നന്നായിരിക്കും. എന്നാലേ ആ ഒരു കൊഴുപ്പ് കിട്ടും, അല്ലെങ്കിൽ ഒരു വെള്ളം പോലെ നിൽക്കും. അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി, സാധാ മുളക് പൊടി, പിന്നെ കാശ്മീരി ഒന്നും എടുക്കുന്നില്ല. മുളക് പൊടി വല്ലാണ്ട് ചേർക്കണം, കാരണം പച്ചമുളക് ഞാൻ അധികം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതാണ് കേട്ടോ ഞാൻ ആകെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് മസാല വേറെ ഒന്നും വേണ്ട, ഈ 3 കാര്യങ്ങൾ മാത്രം മതി. പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോഴും വേറെ വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം പിന്നെ
ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ദേ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് നെയ്ച്ചോറിനുള്ള വെള്ളം തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കാര്യം ഏകദേശം അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തിട്ട് നന്നായിട്ട് ഇനി ഇത് തിളച്ച് ഒന്ന് വെള്ളം വറ്റുമ്പോഴാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇട്ടിട്ട് കുക്കർ ടൈറ്റ് ചെയ്ത് മൂടി വെക്കേണ്ടത്. പിന്നെ ആ ഒരു വിസിൽ വരുമ്പോൾ നമുക്കതങ്ങ് നിർത്താം. അതല്ലാന്നുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളത് അങ്ങനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ചൂടിലിരുന്ന് തന്നെ ഈ നെയ്ച്ചോറങ്ങ് ആയി കിട്ടും. അതിനെക്കുറിച്ച് ഇനി വേറെ ടെൻഷനൊന്നും ആവണ്ട. പിന്നെ ഈ കുക്കറിൽ വെക്കുന്ന നെയ്ച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല കുഴഞ്ഞിട്ട് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ദേ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ അവസാന രൂപം ഇതാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ, സൂപ്പറാണ്. പിന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇതാ ഈ ഒരു രൂപത്തിലും കിട്ടും. സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വല്ലാണ്ട് കുഴഞ്ഞു പോവില്ല, എന്നാൽ അത്യാവശ്യം കുഴഞ്ഞിട്ടുള്ള നല്ല വെന്തിട്ടുള്ള ചോറായിരിക്കും. അത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് രണ്ടും ഭയങ്കര കോമ്പിനേഷനുമാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇനി അടുത്തത് നമ്മളിത് സെർവ് ചെയ്ത് കൊതിപ്പിക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നല്ല ചൂട് നെയ്ച്ചോറും അതിലേക്ക് നല്ല കോഴിമുളകിട്ട ആ കറിയും പിന്നെ കൂട്ടത്തിലൊരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ. ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വലിയ കറികളൊന്നും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിന് അപാര ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.